നമസ്കാരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ പഞ്ചാബ് നക്ഷത്ര ഹോട്ടലിൽ CJPയുടെ പാർട്ടി പാട്ടും കൂത്തുമായി നടന്ന പാർട്ടിയുടെ ദൃശ്യങ്ങൾ വെളിയിൽ വന്നതോടെ വിവാദവും വന്നിട്ടുണ്ട്. ആരാണ് CJPയുടെ സ്പോൺസർ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഡൽഹിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ CJP പ്രവർത്തകർ നടത്തിയ ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് വെളിയിൽ വന്നത്. CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരും മറ്റു പ്രവർത്തകരും സംഗീതത്തിനൊപ്പം ചുവടുവയ്ക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു പാർട്ടി എന്നതാണ് വലിയ വിമർശനത്തിന് തുടക്കമിടാൻ കാരണം. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സുപ്രീം കോടതി അഭിഭാഷകനും BJP രാജ്യസഭാംഗവുമായ മഹേഷ് ജത്മലാനി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഡൽഹിയിൽ CJP നടത്തിയ പ്രക്ഷോഭത്തിന് പിന്നിലെ സംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുമ്പോൾ യുവാക്കൾ നടത്തിയ ആഘോഷം ഉചിതമായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആഴ്ചകൾ നീണ്ടുനിന്ന സമരത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്? മഹേഷ് ജത്മലാനി ചോദിക്കുന്നു. സമരകാലത്ത് പ്രവർത്തകർക്കായുള്ള യാത്ര, ഭക്ഷണം, താമസം, മറ്റു ചെലവുകൾ എന്നിവയ്ക്ക് പണം നൽകിയത് ആരാണെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യമുയർത്തി. ഇതോടെ CJPയുടെ പ്രവർത്തനം, സാമ്പത്തിക സ്രോതസ്, സമരശേഷമുള്ള വിജയാഘോഷം എന്നിവയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ശക്തമായി. സംഘടനയെ പിന്തുണയ്ക്കുന്നവർ ആഘോഷത്തെ ന്യായീകരിക്കുമ്പോൾ വിമർശകർ ധനസ്രോതസ്സിനെക്കുറിച്ചും ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിച്ചതിൻ്റെ ഔചിത്യത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. തലസ്ഥാനത്തെ പിടിച്ചുകുലുക്കി 37 ദിവസത്തെ പ്രതിഷേധമാണ് CJP സംഘടിപ്പിച്ചത്. ദേശവിരുദ്ധ ശക്തികൾ സാഹചര്യം ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാൻ രാജി പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് ജൂലൈ 26-ന് കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CJP നേതാക്കൾ വിജയം പ്രഖ്യാപിക്കുകയും പ്രക്ഷോഭം പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ സംഘടിപ്പിച്ച 5 സ്റ്റാർ പാർട്ടിയെ ചൊല്ലി ഇപ്പോൾ വിവാദം നുരയുകയാണ്.